ഹായ്, എല്ലാവർക്കും PYQ സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. 2022 നടന്ന 10th പ്രിലിംസിന്റെ 6th സ്റ്റേജിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 77/2022 ആണ്. 20 ക്വസ്റ്റ്യൻസ് വരെയാണ് നമ്മൾ ചെയ്തത്. 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായവ തിരഞ്ഞെടുക്കുക. 1. ഭാഗം 3 ഉൾപ്പെടുത്തിയിരിക്കുന്നു. 2. റഷ്യൻ ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടത്. 3. ന്യായവാദാർഹമായത്. 4. സ്വത്തവകാശത്തെ ഒഴിവാക്കി. ഇപ്പൊ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചേക്കുന്നത്. 1, 3, 4 ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ബി. രണ്ടാമത്തെ പ്രസ്താവന പറഞ്ഞിരിക്കുന്നത് റഷ്യൻ ഭരണഘടനയിൽ നിന്നാണ് കടം കൊണ്ടതെന്നാണ്. തെറ്റാണ്. അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത്. മൗലിക അവകാശങ്ങള് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നുമാണ് കടം കൊണ്ടിരിക്കുന്നത്. മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേല്. മൗലിക അവകാശങ്ങളുടെ ശില്പി സർദാർ വല്ലഭായ് പട്ടേല്. ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിള് 12 മുതൽ 35 വരെയാണ്. ഭാഗം 3 ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഭരണഘടനയുടെ ആണിക്കല്ല്, ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നെല്ലാം അറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങളാണ്. എങ്ങനെയൊക്കെ അറിയപ്പെടുന്നത്? ഭരണഘടനയുടെ ആണിക്കല്ല്, ഇന്ത്യയുടെ മാഗ്ന കാർട്ട. മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ ആരാണ്? സുപ്രീം കോടതി. മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം 1931 കറാച്ചി സമ്മേളനമാണ്. 31 കറാച്ചി സമ്മേളനത്തിന്റെ അധ്യക്ഷൻ സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മൗലിക കടമകളിൽ ഉൾപ്പെടാത്തവ ഏത്? മൗലിക കടമകളിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചേക്കുന്നത്. 1. ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. 2. പൊതുമുതൽ പരിരക്ഷിക്കുകയും ഹിംസ വർജിക്കുകയും ചെയ്യുക. 3. തുല്യമായ ജോലിക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ വേതനം. 4. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക. മൗലിക കടമകൾ ഉൾപ്പെടാത്ത ഏതൊക്കെയാണ്? 3ഉം 4ഉം സ്റ്റേറ്റ്മെന്റുകളാണ് ഉൾപ്പെടാത്തത്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം 4A ആണ്. ആർട്ടിക്കിള് 51A. മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് USSRൽ നിന്നിട്ടാണ്. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? സ്വരൺ സിംഗ് കമ്മിറ്റി. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി 1976 42ാം ഭേദഗതിയാണ്. മൗലിക കടമകൾ പ്രാബല്യത്തിൽ വന്നത് 1977 ജനുവരി 3. 42ാം ഭേദഗതി നടപ്പിലാക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? അത് ഇന്ദിരാഗാന്ധി. 42ാം ഭേദഗതി നടപ്പിലാക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നത് ഇന്ദിരാഗാന്ധി ആയിരുന്നു. 23ാമത്തെ ക്വസ്റ്റ്യൻ. ശരിയായ പ്രസ്താവന ഏത്? ബങ്കിം ചന്ദ്ര ചാറ്റർജി മറാത്തി ഭാഷയിൽ രചിച്ച ദേശഭക്തി ഗാനമാണ് വന്ദേ മാതരം. ശങ്കരാഭരണം രാഗത്തിലാണ് വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ജാദുനാഥ് ഭട്ടാചാര്യയാണ് വന്ദേ മാതരത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ദുർഗേശ നന്ദിനി എന്ന നോവലിൽ നിന്നാണ് വന്ദേ മാതരം എടുത്തിരിക്കുന്നത്. ഇതില് ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി മാത്രമാണ് ശരിയായിട്ടുള്ളത് അല്ലെ? ജാദുനാഥ് ഭട്ടാചാര്യയാണ് വന്ദേ മാതരത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. അത് മാത്രമാണ് തന്നതിൽ ശരിയായ പ്രസ്താവന. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠ എന്ന നോവലിൽ നിന്നാണ് എന്തെടുത്തിരിക്കുന്നത്? വന്ദേ മാതരം എടുത്തിരിക്കുന്നത്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠ എന്ന നോവലിൽ നിന്നാണ് വന്ദേ മാതരം എടുത്തിരിക്കുന്നത്. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവലാണ് ആനന്ദമഠം. വന്ദേ മാതരം ബംഗാളി ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത്. വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ദേശരാഗമാണ്. ഏതാണ്? ദേശരാഗത്തിലാണ് വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിദ്യാഭ്യാസത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. വിദ്യാഭ്യാസത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവയാണ് ചോദിച്ചിരിക്കുന്നത്. 1. 76ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുത്തി. 2.
ഇന്ത്യൻ ഭരണഘടനയിലൂടെ വകുപ്പ് 21A ഉൾപ്പെടുത്തി? 3. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെ നിർബന്ധവും സൗജന്യവുമായ വിദ്യാഭ്യാസം. അപ്പൊ തെറ്റായത് ഏതാണ്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റായിട്ടുള്ളത്. 2002 86 ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. ഏതാണ്? 86 ഭേദഗതിയിലൂടെ. വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? വിദ്യാഭ്യാസത്തെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി 1976 42 ഭേദഗതി. വിദ്യാഭ്യാസ അവകാശ നിയമം പാസാക്കിയത് 2009 ആഗസ്റ്റ് 26 വിദ്യാഭ്യാസ അവകാശ നിയമം പാസാക്കിയത് എന്നാണ്? 2009 ആഗസ്റ്റ് 26. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 21. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് എന്നാണ്? 2010 ഏപ്രിൽ 1. 25ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏവ? 1. 12 ഒക്ടോബർ 1993 നിലവിൽ വന്നു. 2. അധ്യക്ഷൻ ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം. 3. ചെയർമാനെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏതൊക്കെയാണ്? 1ഉം 3ഉം സ്റ്റേറ്റ്മെന്റുകളാണ് ശരിയായിട്ടുള്ളത്. അധ്യക്ഷൻ ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം എന്നുള്ളത് തെറ്റാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി പദവി വഹിച്ച ഒരാളായിരിക്കണം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായിരിക്കുന്ന ആള് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി പദവി വഹിച്ച ആളായിരിക്കണം. 2019 ഭേദഗതി പ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എത്ര അംഗങ്ങളാണുള്ളത്? ഒരു ചെയർപേഴ്സണും 5 സ്ഥിരാംഗങ്ങളും, മൊത്തം 6 അംഗങ്ങൾ. 2019 ഭേദഗതി പ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം 6, ഒരു ചെയർപേഴ്സണും 5 സ്ഥിരാംഗങ്ങളും. ചെയർപേഴ്സണെയും മറ്റംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്ന സമിതിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്ന സമിതിയിലെ അംഗങ്ങള് പ്രധാനമന്ത്രിയായിരിക്കും അധ്യക്ഷൻ. പിന്നെയോ ലോക്സഭാ സ്പീക്കർ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭ ഉപാധ്യക്ഷൻ, രാജ്യസഭയുടെ അധ്യക്ഷനല്ല, രാജ്യസഭ ഉപാധ്യക്ഷൻ, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്നിവരടങ്ങുന്ന സമിതിയിലെ അംഗങ്ങളാണ് മനുഷ്യാവകാശ കമ്മീഷനെ തെരഞ്ഞെടുക്കുന്നത്. ആരൊക്കെയാണെന്നോട് പറയാം. പ്രധാനമന്ത്രി അധ്യക്ഷനായിട്ടുള്ളത്, പിന്നെ ലോക്സഭാ സ്പീക്കർ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ ഉപാധ്യക്ഷൻ, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി. ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്ന ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. 26ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ ഏത്? ഇന്ത്യൻ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ ഏത്? 1. തിരശ്ചീനമായി മുകളിൽ കുങ്കുമനിറം, നടുക്ക് വെള്ള നിറം, താഴെ പച്ച നിറം. 2. 2002 ഇന്ത്യൻ പതാക നിയമത്തിൽ 3 ഭാഗങ്ങളുണ്ട്. 3. നീളവും വീതിയും തമ്മിലുള്ള അനുപാതത്തിൽ ഏറ്റവും ഉയർന്ന അളവ് മില്ലി ലിറ്ററിൽ 3600 × 2400 ആണ്. 4. ഖാദി വികസന ഗ്രാമീണ വ്യവസായ കാര്യാന്വേഷണ സമിതിയാണ് നിർമ്മാണശാലകൾക്ക് അനുമതി നൽകുന്നത്. അപ്പോൾ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. 1ഉം 2ഉം 4ഉം സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് നീളവും വീതിയും തമ്മിലുള്ള അനുപാതത്തിൽ ഏറ്റവും ഉയർന്ന അളവ് 3600 × 2400 ആണ് പറഞ്ഞിരിക്കുന്നത്. തെറ്റാണ്. 6300 × 4200 ആണ് ഏറ്റവും ഉയർന്ന അളവ്. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എത്രയാണ്? 3:2 ആണ്. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം 3:2 ആണ്. 9 അളവുകളിലാണ് നമുക്ക് ദേശീയ പതാക നിർമ്മിക്കാവുന്നത്. 9 അളവുകളിൽ നമുക്ക് ദേശീയ പതാക നിർമ്മിക്കാം. ഏറ്റവും ചെറിയ അളവ് 150 × 100 മില്ലിമീറ്റർ. ഏറ്റവും വലിയ അളവ് 6300 × 4200 മില്ലിമീറ്റർ. മോട്ടോർ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന പതാകയുടെ അളവ് 225 × 150 മില്ലിമീറ്റർ ആണ്.
മോട്ടോർ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന പതാകയുടെ അളവ് എത്രയാണ്? 225 × 150. ഓഫീസ് ടേബിളുകളിൽ ഉപയോഗിക്കുന്ന പതാകയുടെ അളവ് ഏറ്റവും ചെറിയ അളവായിട്ടുള്ള 150 × 100 മില്ലിമീറ്റർ ആണ്. ഓഫീസ് ടേബിളിൽ ഉപയോഗിക്കുന്ന പതാകയുടെ അളവ് എത്രയാണ്? ഏറ്റവും ചെറിയ അളവായിട്ടുള്ള 150 × 100 മില്ലിമീറ്റർ. VVIP വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന പതാകയുടെ അളവ് 450 × 300 മില്ലിമീറ്റർ ആണ്. VVIP വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന പതാകയുടെ അളവ് എത്രയാണ്? 450 × 300 മില്ലിമീറ്റർ. ഇന്ത്യയിൽ ഫ്ലാഗ് കോഡ് നിലവിൽ വന്ന എന്നാ? 2002 ജാനുവരി 26-ന്. ഇന്ത്യയിൽ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത് 2002 ജാനുവരി 26-നാണ്. പതാകകളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് വെക്സിലോളജി എന്നാണ്. പതാകകളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് വെക്സിലോളജി എന്നാണ്. 1947 ജൂലൈ 22-നാണ് ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചത്. ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിംഗലി വെങ്കയ്യയാണ്. അതുപോലെ അഡ്ഹോക്ക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗിന്റെ ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. അഡ്ഹോക്ക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗിന്റെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 27ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ ഏത്? തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. 1. ഭാഗ്യവിധാത എന്നായിരുന്നു ആദ്യ നാമം. 2. ആദ്യമായി ആലപിച്ചത് സരളാദേവി ചൗധറാണിയാണ്. 3. 26 ജനുവരി 1950-ലാണ് ജനഗണമനയെ ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ചത്. 4. മദൻ മോഹൻ മാളവ്യയുടെ അധ്യക്ഷതയിലുള്ള INC സമ്മേളനത്തിലാണ് ആദ്യമായി ആലപിക്കപ്പെട്ടത്. അപ്പോ തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. 1, 3, 4 സ്റ്റേറ്റ്മെന്റുകൾ തെറ്റാണ്. ഭാഗ്യവിധാത എന്നായിരുന്നു ആദ്യത്തെ പേര്? അല്ല, ഭാരത് വിധാത എന്നായിരുന്നു ആദ്യകാല നാമം. എന്താണ്? ഭാരത് വിധാത. അതുപോലെ 1950 ജനുവരി 26-നല്ല, 1950 ജനുവരി 24-നാണ് ജനഗണമനയെ ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ചത്. BN ധറിന്റെ അധ്യക്ഷതയിലുള്ള INC സമ്മേളനത്തിലാണ് ആദ്യമായിട്ട് ദേശീയ ഗാനം ആലപിക്കപ്പെട്ടത്. മദൻ മോഹൻ മാളവ്യ അല്ല, BN ധറിന്റെ അധ്യക്ഷതയിലുള്ള 1911-ലെ കൊൽക്കത്ത സമ്മേളനത്തിലാണ് ആദ്യമായിട്ട് ദേശീയ ഗാനം ആലപിക്കപ്പെട്ടത്. ആദ്യമായിട്ട് ആലപിച്ചത് സരളാദേവി ചൗധറാണിയാണ്. ദേശീയഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ശങ്കരാഭരണമാണ്. ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ഏതാണ്? ശങ്കരാഭരണം. ഇന്ത്യയുടെ ദേശീയഗാനമായി ജനഗണമന രചിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. ബംഗാളി ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത്. അതുപോലെ ഈ ജനഗണമനയെ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയതും രവീന്ദ്രനാഥ ടാഗോർ തന്നെയാണ്. ജനഗണമന ആലപിക്കാൻ വേണ്ട സമയം 52 സെക്കൻഡാണ്. 52 സെക്കൻഡാണ് ആലപിക്കാൻ വേണ്ട സമയം. ഇതിന്റെ ഷോർട്ട് വേർഷൻ ആലപിക്കാൻ വേണ്ട സമയം 20 സെക്കൻഡാണ്. ഷോർട്ട് വേർഷൻ ആലപിക്കാൻ വേണ്ട സമയം എത്രയാണ്? 20 സെക്കൻഡ്. ദേശീയ ഗാനത്തിന് സംഗീതം നൽകിയത് ആരാ? ജനഗണമനയ്ക്ക് സംഗീതം നൽകിയത് ക്യാപ്റ്റൻ രാം സിംഗ് ഠാക്കൂർ ആണ്. 28ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരായ 2 വനിതകൾ ആരല്ല? കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരായ 2 വനിതകൾ ആരൊക്കെയായിരുന്നു? സുഷമ സിംഗും ദീപക് സന്ധുവും. ഓപ്ഷൻ എ, സുഷമ സിംഗും ദീപക് സന്ധുവും. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തി വജാഹത്ത് ഹബീബുള്ള. ആദ്യ വ്യക്തി ആരാണ്? വജാഹത്ത് ഹബീബുള്ള. നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? അത് ഹീരാലാൽ സമരിയ. ഹീരാലാൽ സമരിയാണ് നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ഈ പദവിയിലെത്തുന്ന ദളിത് വംശത്തിൽ നിന്നുള്ള ആദ്യ വ്യക്തിയാണ് ഹീരാലാൽ സമരിയ. ഈ മുഖ്യ വിവരാവകാശ കമ്മീഷണർ എന്ന പദവിയിലെത്തുന്ന ദളിത് വംശത്തിൽ നിന്നുള്ള ആദ്യ വ്യക്തിയാണ് ആര്? ഹീരാലാൽ സമരിയ. ജനാധിപത്യത്തിന്റെ സൂര്യതേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏതാ? വിവരാവകാശ നിയമം. ജനാധിപത്യത്തിന്റെ സൂര്യതേജസ് എന്നറിയപ്പെടുന്ന നിയമമാണ് വിവരാവകാശ നിയമം. 29ാമത്തെ ക്വസ്റ്റ്യൻ. ശരിയായ ജോഡി ഏത്? 1. MKSS വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം. 2. സ്വത്തവകാശം നിയമപരമായ അവകാശം. 3. ബഹുമതികൾ റദ്ദാക്കൽ മൗലിക അവകാശം. 4. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 4A മൗലിക കടമകൾ. ശരിയായിട്ടുള്ള ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്ന എല്ലാം ശരിയാണ് അല്ലെ? ഓപ്ഷൻ സി എല്ലാം ശരിയാണ്. വിവരാവകാശത്തിന്
വേണ്ടി പ്രയത്നിച്ച സംഘടനയാണ് ഏത്? MKSS, മസ്ദൂർ കിസാൻ ശക്തി സംഘടന എന്ന് പറയുന്നത്. അതുപോലെ സ്വത്തവകാശം ഇപ്പോൾ മൗലിക അവകാശമല്ല, അതൊരു നിയമപരമായ അവകാശമാണ് അല്ലെ. 1978 44-ാം ഭേദഗതിയിലൂടെ സ്വത്തവകാശത്തെ എന്ത് ചെയ്തു? മൗലിക അവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തു. നിലവിൽ അത് നിയമപരമായ അവകാശമാണ്. ഭാഗം 12 ആർട്ടിക്കിൾ 300A ഇപ്പോൾ സ്വത്തവകാശം ഉൾപ്പെട്ടിരിക്കുന്നത്. ഭാഗം 12 ആർട്ടിക്കിൾ 300A ഇപ്പോൾ സ്വത്തവകാശം ഉൾപ്പെട്ടിരിക്കുന്നത്. അതുപോലെ ബഹുമതികൾ നിർത്തലാക്കൽ എന്ന് പറയുന്നത് മൗലിക അവകാശമാണ്. ആർട്ടിക്കിൾ 18 ബഹുമതികൾ നിർത്തലാക്കലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. മിലിറ്ററി, അക്കാദമിക് ഒഴികെയുള്ള പദവികൾ റദ്ദാക്കുന്നത് ഏതാണ്? ആർട്ടിക്കിൾ 18. അതുപോലെ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 4A എന്തിനെ കുറിച്ച് പറയുന്നത്? മൗലിക കടമകളെ കുറിച്ച് പറയുന്നത്. 1976 42-ാം ഭേദഗതി പ്രകാരമാണ് എന്ത്? മൗലിക കടമകള് ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. ആർട്ടിക്കിൾ 51A. നിലവിൽ എത്ര മൗലിക കടമകളാണുള്ളത്? 11. 1976 കൂട്ടിച്ചേർക്കുന്ന സമയത്ത്, മൗലിക കടമകൾ കൂട്ടിച്ചേർക്കുന്ന സമയത്ത് 10 മൗലിക കടമകളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോ 11 മൗലിക കടമകളാണ് നമുക്കുള്ളത്. 30-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദേശീയ മുദ്രയായി അശോക സ്തംഭത്തെ അംഗീകരിച്ചത് എന്നാണ്? 1950 ജനുവരി 26. ഓപ്ഷൻ ബി. ഇവിടെ 1950 ജനുവരി 24 തന്നിട്ടുണ്ട്. ദേശീയ ഗാനത്തെയും ദേശീയ ഗീതത്തെയും അംഗീകരിച്ചതാണ് എന്ന്? 1950 ജനുവരി 24. അതുപോലെ 1949 നവംബർ 26 തന്നിട്ടുണ്ട്. അതെന്താണ്? ഭരണഘടനയെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ദിവസമാണ് 1949 നവംബർ 26 എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിച്ചിരിക്കുന്ന ഒരേ ഒരു ഡേറ്റ് ആണ് ഇത്? 1949 നവംബർ 26 എന്നുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് നൽകിയതാണ്? ഏതാണ്? ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് അല്ലെ. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യമാണ് ഏത്? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് മുസ്ലിം ലീഗ് ഉയർത്തിയ മുദ്രാവാക്യം ഏതായിരുന്നു? മുസ്ലിം ലീഗ് ഉയർത്തിയ മുദ്രാവാക്യം വിഭജിക്കുക, പുറത്തു പോകുക. മുസ്ലിം ലീഗിന്റെ മുദ്രാവാക്യം എന്തായിരുന്നു? വിഭജിക്കുക, പുറത്തു പോകുക. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം നടന്നത് 1942 ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച INC സമ്മേളനം ഏതാ? 1942 ബോംബെ സമ്മേളനം. നെഹ്റുവാണ് പ്രമേയം അവതരിപ്പിച്ചത്. ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്നത് ഓഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് യൂസഫ് മെഹർ അലിയാണ്. ക്വിറ്റ് ഇന്ത്യ എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? യൂസഫ് മെഹർ അലി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാ? ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ. ഓപ്ഷൻ ബി. ഗോപാലകൃഷ്ണ ഗോഖലെ ആരംഭിച്ച പത്രങ്ങൾ ഏതൊക്കെയായിരുന്നു? ദ നേഷനും ജ്ഞാനപ്രകാശ്. ഗോപാലകൃഷ്ണ ഗോഖലെ ആരംഭിച്ച പത്രങ്ങളാണ് ദ നേഷൻ, ജ്ഞാനപ്രകാശ്. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചതും ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. 1905 സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ച ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. ഇനി ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ആരായിരുന്നു? രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ. ആത്മീയ ഗുരു ആയിരുന്നു ലിയോ ടോൾസ്റ്റോയ്. ആരാണ്? ലിയോ ടോൾസ്റ്റോയ്. ആത്മീയ പിൻഗാമിയാണ് ആര്? വിനോബ ഭാവെ. ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി വിനോബ ഭാവെ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമിയാണ് ആര്? ജവഹർലാൽ നെഹ്റു. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി ജവഹർലാൽ നെഹ്റു ആയിരുന്നു. 33-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സാരെ ജഹാം സെ അച്ച രചിച്ചത് ആര്? ആരാണ്? മുഹമ്മദ് ഇക്ബാൽ. സാരെ ജഹാം സെ അച്ച രചിച്ചത് മുഹമ്മദ് ഇക്ബാൽ ആണ്. സാരെ ജഹാം സെ അച്ച എന്ന ഗാനത്തിന് ഈണം നൽകിയത് പണ്ഡിറ്റ് രവിശങ്കർ ആണ്. ഈണം നൽകിയത് പണ്ഡിറ്റ് രവിശങ്കർ ആണ്. ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് ആരാ? ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് മുഹമ്മദ് ഇക്ബാൽ. 34-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ 1929 കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധമില്ലാത്ത ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ 1929 കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനവുമായി
ബന്ധമില്ലാത്ത ശരിയായ ജോഡി, അതായത് തെറ്റായത്. 1. ഗാന്ധിജിയെ കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. 2. 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി രാജ്യമെമ്പാടും കൊണ്ടാടാൻ തീരുമാനിച്ചു. 3. കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. 4. നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഒരു സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. ഒന്നാമത്തെയും നാലാമത്തെയും സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അല്ലെ, അത് തിരിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഗാന്ധിജിയെ കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുത്തു എന്നുള്ള തെറ്റാണ്. നെഹ്റുവിനെയാണ് കോൺഗ്രസ് പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുത്തത്. അതുപോലെ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഒരു സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു എന്നുള്ള തെറ്റാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഒരു സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. ഗാന്ധിജി അധ്യക്ഷനായിട്ടുള്ള INC സമ്മേളനം ഏതാ? ഗാന്ധിജി അധ്യക്ഷനായ ആദ്യ INC സമ്മേളനം 1924 ബെൽഗാം സമ്മേളനം. ഗാന്ധിജി അധ്യക്ഷനായത് 1924 ബെൽഗാം സമ്മേളനത്തിലാണ്. ഗാന്ധിജി പങ്കെടുത്ത ആദ്യ INC സമ്മേളനം ചോദിച്ചാല് അത് 1901 കൊൽക്കത്ത സമ്മേളനമാണ്. ഗാന്ധിജി പങ്കെടുത്ത ആദ്യ INC സമ്മേളനം 1901 കൊൽക്കത്ത സമ്മേളനം. ഓക്കെ, 35ാമത്തെ ക്വസ്റ്റ്യൻ. 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് പിൻവലിച്ച ദേശീയ പ്രക്ഷോഭം. 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് പിൻവലിച്ച ദേശീയ പ്രക്ഷോഭം നിസ്സഹരണ പ്രസ്ഥാനം. ഓപ്ഷൻ എ. എന്നായിരുന്നു ചൗരി ചൗര സംഭവം? 1922 ഫെബ്രുവരി 5. ഈ ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിച്ചത് 1922 ഫെബ്രുവരി 11. നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിക്കുന്ന എന്നാണ് 1922 ഫെബ്രുവരി 11. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ബഹുജന പ്രക്ഷോഭമായിരുന്നു ഏത്? നിസ്സഹരണ സമരം എന്ന് പറയുന്നത്. 1920 കൊൽക്കത്തയിൽ ചേർന്ന INCയുടെ പ്രത്യേക സമ്മേളനത്തിലാണ് നിസ്സഹരണ പ്രമേയം അവതരിപ്പിച്ചത്. ആരാ പ്രമേയം അവതരിപ്പിച്ചത്? ഗാന്ധിജി. കൊൽക്കത്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ലാല ലജ്പത് റായ്. പ്രത്യേക സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ലാല ലജ്പത് റായ് ആയിരുന്നു. നിസ്സഹരണ പ്രമേയം അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം 1920 നാഗ്പൂർ സമ്മേളനം. നിസ്സഹരണ പ്രമേയം അംഗീകരിച്ചതെന്നാണ് 1920 തന്നെ നാഗ്പൂർ സമ്മേളനത്തിലാണ്. 20 നാഗ്പൂർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ വിജയരാഘവ ആചാരി. നാഗ്പൂർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ വിജയരാഘവ ആചാരി. 36ാമത്തെ ക്വസ്റ്റ്യൻ. 1928 സർദാർ വല്ലഭായ് പട്ടേൽ ഗുജറാത്തിലെ കർഷകർക്ക് വേണ്ടി സംഘടിപ്പിച്ച സത്യാഗ്രഹം ഏതാണ്? ബർദോളി സത്യാഗ്രഹം. ഭൂനികുതി വർധനവിനെതിരെ ഗുജറാത്തിലെ കർഷകർ നടത്തിയ സമരമാണ് ഇത്? 1928 ബർദോളി സമരം എന്ന് പറയുന്നത്. ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാ? വല്ലഭായ് പട്ടേലാണ്. ബർദോളി ഗാന്ധി, വല്ലഭായ് പട്ടേൽ. ബർദോളി സത്യാഗ്രഹത്തെ തുടർന്ന് ഗാന്ധിജി പട്ടേലിന് നൽകിയ വിശേഷണമാണ് സർദാർ എന്ന് പറയുന്നത്. ബർദോളി സത്യാഗ്രഹത്തെ തുടർന്ന് ഗാന്ധിജി പട്ടേലിന് നൽകിയ വിശേഷണമാണ് എന്ത്? സർദാർ. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ, ഇന്ത്യയുടെ ബിസ്മാർക്ക് എന്നൊക്കെ അറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. അതുപോലെ അഖിലേന്ത്യാ സർവീസിന്റെ പിതാവും സർദാർ വല്ലഭായ് പട്ടേലാണ്. 37ാമത്തെ ക്വസ്റ്റ്യൻ. ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധമുള്ള നേതാക്കളുടെ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. 1. ആനി ബെസന്റ്, 2. ബാലഗംഗാധര തിലക്, 3. സുഭാഷ് ചന്ദ്രബോസ്, 4. ഗോപാലകൃഷ്ണ ഗോഖലെ. ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടത് ആരൊക്കെയാണ്? ആനി ബെസന്റും ബാലഗംഗാധര തിലകും. 1ഉം 2ഉം. ഓപ്ഷൻ ഡി. ഹോം റൂൾ പ്രസ്ഥാനം ഇന്ത്യയിൽ സ്ഥാപിതമായത് 1916 ഇന്ത്യൻ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ നേതാക്കളാണ് ആരൊക്കെ? ആനി ബെസന്റും ബാലഗംഗാധര തിലകും. ആനി ബെസന്റ് അടയാറിലും ബാലഗംഗാധര തിലക് പൂനെയിലുമാണ് ഹോം റൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. ഹോം റൂൾ പ്രസ്ഥാനം എന്ന ആശയം കടമെടുത്തിരിക്കുന്ന രാജ്യം ഏതാ? അയർലൻഡ്. അയർലൻഡിൽ നിന്നാണ് ഹോം റൂൾ പ്രസ്ഥാനം എന്ന ആശയം കടമെടുത്തിരിക്കുന്നത്. ഇനി മലബാറിൽ ഹോം റൂൾ മൂവ്മെന്റിന് നേതൃത്വം നൽകിയത് ആരാണ്? മലബാറിൽ ഹോം റൂൾ മൂവ്മെന്റിന് നേതൃത്വം നൽകിയത് KP കേശവമേനോനാണ്. ആരാണ്? KP കേശവമേനോൻ. 38ാമത്തെ ക്വസ്റ്റ്യൻ. മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ച നിയമം. മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ച നിയമമാണ് മിന്റോ മോർലി പരിഷ്കാരങ്ങൾ. ഓപ്ഷൻ എ. ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909 എന്നറിയപ്പെടുന്നത് മിന്റോ മോർലി പരിഷ്കാരമാണ്. അതുപോലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 എന്നറിയപ്പെടുന്നതാണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരങ്ങൾ. പ്രവിശ്യകളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയ പരിഷ്കാരമാണ് ഇത്? മൊണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരം. ഇനി ഭീകരവാദ പ്രവർത്തനങ്ങൾ തടയാൻ പൗരാവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട്
ബ്രിട്ടീഷ് പാർലമെന്റ് 1919 പാസാക്കിയ നിയമമാണ് റൗലറ്റ് നിയമം. കരുനിയമം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഭീകരവാദ പ്രവർത്തനങ്ങൾ തടയാൻ പൗരാവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ബ്രിട്ടീഷ് പാർലമെന്റ് 1919 പാസാക്കിയ നിയമമാണ് റൗലറ്റ് നിയമം. കരുനിയമം എന്ന് അറിയപ്പെടുന്നു. ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ഏറ്റവും ദൈർഘ്യമേറിയ നിയമമാണ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്നത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. 39ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഗാന്ധിജി വെടിയേറ്റ് മരിച്ച വർഷം എന്നാണ്? 1948 ജനുവരി 30. 1948 ജനുവരി 30 ബിർള ഹൗസിൽ വെച്ചിട്ടാണ് ഗാന്ധിജി വെടിയേറ്റ് മരിക്കുന്നത്. ആരാണ് ഗാന്ധിജിയെ വധിച്ചത്? നാഥുറാം വിനായക് ഗോഡ്സെ. ഗാന്ധിജിയുടെ സമാധി സ്ഥലം അറിയപ്പെടുന്നത് രാജ്ഘട്ട് എന്നാണ്. സമാധി സ്ഥലം എന്താണ്? രാജ്ഘട്ട്. മരണ ദിവസം ഗാന്ധിജിയെ സന്ദർശിച്ച രാഷ്ട്രീയ നേതാവ് ഏതാ? സർദാർ വല്ലഭായ് പട്ടേൽ. മരണ ദിവസം ഗാന്ധിജിയെ സന്ദർശിച്ച രാഷ്ട്രീയ നേതാവാണ് സർദാർ വല്ലഭായ് പട്ടേൽ. ഗാന്ധിജിയുടെ ആത്മകഥ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളാണ്. ഗുജറാത്തി ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത്. ആത്മകഥ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് മഹാദേവ് ദേശായിയാണ്. ആത്മകഥയിൽ വിവരിച്ചിരിക്കുന്ന കാലഘട്ടം 1869 മുതൽ 1921 വരെയാണ്. ഗാന്ധിജിയുടെ ആത്മകഥയിൽ വിവരിക്കുന്ന കാലഘട്ടം ഏത് മുതൽ ഏത് വരെയാണ്? 1869 മുതൽ 1921 വരെ. ഗാന്ധി വധത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ഏതാ? കപൂർ കമ്മീഷൻ. ഗാന്ധി വധത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷനാണ് കപൂർ കമ്മീഷൻ. 40ാമത്തെ ക്വസ്റ്റ്യൻ. അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്ന നേതാവ്? അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്ന നേതാവാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഓപ്ഷൻ സി, ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും ശക്തമായി എതിർത്തിരുന്ന നേതാവായിരുന്നു ആര്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. അതുപോലെ മൗണ്ട് ബാറ്റൻ പദ്ധതിയെയും എതിർത്ത പ്രധാന ദേശീയ നേതാവാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും മൗണ്ട് ബാറ്റൻ പദ്ധതിയെയും ഒക്കെ എതിർത്ത ദേശീയ നേതാവാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ആദ്യമായിട്ട് ഭാരതരത്ന ലഭിച്ച വിദേശിയാണ് ഇദ്ദേഹം. അതുപോലെ വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യകളിൽ നിയമലംഘന പ്രസ്ഥാനം ശക്തി പ്രാപിച്ചത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാന്റെ നേതൃത്വത്തിലാണ്. വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യകളിൽ നിയമലംഘന പ്രസ്ഥാനം ശക്തി പ്രാപിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാന്റെ നേതൃത്വത്തിൽ. ഇദ്ദേഹം രൂപം നൽകിയ സംഘടനയാണ് ഖുദായി ഖിദ്മത്ഗാർ. ഇദ്ദേഹത്തിന്റെ സംഘടന ഏതാണ്? ഖുദായി ഖിദ്മത്ഗാർ. ചുവന്ന കുപ്പായക്കാർ എന്ന പേരിൽ അറിയപ്പെടുന്നതും ഈ ഖുദായി ഖിദ്മത്ഗാർ എന്ന സംഘടനയാണ്. എന്തു പേരിലാണ് അറിയപ്പെടുന്നത്? ചുവന്ന കുപ്പായക്കാർ. അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്, ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിലൂടെ ചെയ്യാം. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്.